ഉമ്മൻചാണ്ടിയുടെ മക്കൾ തുണ്ടം മുറിച്ചിട്ടാലും ബി.ജെ.പിയിലേക്ക് പോകില്ലെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ. പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ ഇറങ്ങുമെന്നും മറിയാമ്മ ഉമ്മൻ വ്യക്തമാക്കി. കുടുംബത്തിൽ നിന്ന് തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഉമ്മൻചാണ്ടി തീരുമാനിച്ചത് ചാണ്ടി ഉമ്മനെയാണെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉമ്മൻചാണ്ടിയുടെ ഇളയപുത്രി അച്ചു ഉമ്മനെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. എന്നാൽ കുടുംബം ഒന്നാകെ പ്രചരണത്തിനിറങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും താൻ ഉൾപ്പെടെ പ്രചരണത്തിനിറങ്ങുന്നതിന് മറിയാമ്മ ഉമ്മൻ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ ഇതാണ്. കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പാർട്ടി വിട്ടു പോകുന്നൊക്കെ കേൾക്കുന്നതുകൊണ്ട് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അച്ചുവിനെ കുറിച്ചും ചാണ്ടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ബി.ജെ.പി പോകുന്നെന്ന് ഒരു സംസാരമുണ്ടെന്ന്. എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ടാൽ അവർ ബി.ജെ.പി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പത്തനംതിട്ടയിൽ പ്രചരണത്തിനിറങ്ങുമെന്നും മറിയാമ്മ ഉമ്മൻ വ്യക്തമാക്കി. അത് പക്ഷേ അനിൽ ആന്റണി എന്ന വ്യക്തിക്കെതിരെയല്ല, കോൺഗ്രസ് എന്ന ആശയത്തിനു വേണ്ടിയാണ്. പത്തനംതിട്ട പ്രചരണത്തിന് പോകണമെന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യ മുന്നണി, കോൺഗ്രസ്, UDF ജയിക്കണം. അല്ലാതെ അതിനകത്തൊരു വ്യക്തിപരമായൊരു സംഘർഷമൊന്നുമില്ല മക്കളെ. എനിക്ക് അനിൽ ചടിമനെ പോലെ തന്നെയാണ്. ആ ബന്ധം അങ്ങനെ മാതൃബന്ധം അങ്ങനെ പൊട്ടിച്ചു കളയാൻ പറ്റുമോ? ഏത് രാഷ്ട്രത്തിൽ പോയാലും ആ ബന്ധമൊക്കെ അവിടെ നിലനിൽക്കും. തന്റെ രാഷ്ട്രീയ പിന്മുറക്കാരനായി കുടുംബത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി നിശ്ചയിച്ചത് ചാണ്ടി ഉമ്മനെയെന്നും മറിയാമ്മ കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടി ഉള്ളപ്പം ആരും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് ചാണ്ടിമോൻ വരട്ടെ എന്ന് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിനിറങ്ങും. അതിനു പുറമെയാണ് മറിയാമ്മ ഉമ്മനും മറിയ ഉമ്മനും അച്ചു ഉമ്മനും പ്രചരണത്തിനിറങ്ങുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.